ഡെയിലി PSC കറണ്ട് അഫയേഴ്സിൻ്റെ 8ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2026 ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച കുട്ടികളുടെയും കുടുംബ സിനിമയുടെയും വിഭാഗത്തിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ചിത്രം ബൂങ്. ബൂങ് ആണ് 2026 ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച കുട്ടികളുടെയും കുടുംബ സിനിമയുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, വളർത്തുമൃഗങ്ങൾക്കായുള്ള രാജ്യത്തെ ആദ്യ താത്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? വയനാട്ടിലാണ് വളർത്തുമൃഗങ്ങൾക്കായുള്ള രാജ്യത്തെ ആദ്യ താത്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളുടെ പേരുകളും അതിർത്തികളും ഭരണഘടനയിലെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് പട്ടികയിലാണ്? ഒന്നാമത്തെ പട്ടികയിലാണ് കേട്ടോ. ഒന്നാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെ പേരുകളും അതിർത്തികളും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ പട്ടികയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള എന്ന പേരിനെ കേരളം എന്ന് മാറ്റുന്നതിനുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കിയ വർഷം 2024 2024 കേരളം എന്ന് മാറ്റുന്നതിനുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി ഭവനിൽ എഡ്വിൻ ലുട്ടൻസിന്റെ പ്രതിമയ്ക്ക് പകരമായി, ആരുടെയാണ്? എഡ്വിൻ ലുട്ടൻസിന്റെ പ്രതിമയ്ക്ക് പകരമായി ആരുടെ പ്രതിമയാണ് പുതുതായി അനാച്ഛാദനം ചെയ്തത്? ആരുടെ പ്രതിമയാണ്? സി രാജഗോപാലാചാരിയുടെ പ്രതിമയാണ് എഡ്വിൻ ലുട്ടൻസിന്റെ പ്രതിമയ്ക്ക് പകരം പുതുതായി അനാച്ഛാദനം ചെയ്തത്. എവിടെ? രാഷ്ട്രപതി ഭവനിലാണ് കേട്ടോ. അപ്പം ആ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് പറയാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നു. ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ? സി രാജഗോപാലാചാരി. അപ്പം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി. അദ്ദേഹത്തിന് 1954 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഇനി എഡ്വിൻ ലൂട്ടൻസിനെ കുറിച്ച് പറഞ്ഞാൽ 1912 ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ എഡ്വിൻ ലൂട്ടൻസ് ആണ് രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത്. എഡ്വിൻ ലൂട്ടൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്? ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലാണ് 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ വി പി ജോയിയാണ് കേരള സർക്കാർ നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. മറക്കല്ലേ, പേരെന്താണ്? ഡോക്ടർ വി പി ജോയി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോൾ? എപ്പോഴാണ്? 1946. 1946 ആദ്യത്തെ ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 വനിതാ എമർജിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം ഏത്? ഇന്ത്യ എ ആണ് 2026 വനിതാ എമർജിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ
ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം ഏതാണ്? ടീം ഇന്ത്യ എ. ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയ അപ്ഡേറ്റ്സായി വീണ്ടും കാണാം. കൺസിസ്റ്റൻസിയാണ് വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.